സംസ്ഥാനത്ത് ഭൂസ്വാമിമാർ കൈയടക്കിയ ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് നൽകിയതിനു ശേഷമേ തങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞു. കാസർഗോഡ് താലൂക്ക് പട്ടയ വിതരണമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂമി വിതരണത്തിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ താലൂക്ക് തല മിച്ചഭൂമിയും പട്ടയവും നൽകാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതെല്ലാം തന്നെ കഴിയുന്നതോളം വേഗം മറ്റു രീതിയിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. ഇനിയും അവശേഷിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഘട്ടത്തിൽ കൂടി നടത്തി നൽകി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ. അങ്ങനെ കേരളത്തിൽ ഇതിനകം 4 വർഷം പിന്നിടുമ്പോൾ 1,30,000-ൽ പരം ആളുകൾക്ക് ഭൂമി മിച്ചഭൂമിക്ക് അർഹരായി ഗവൺമെൻറ് നൽകി കഴിഞ്ഞു. അവശേഷിക്കുന്നവർക്ക് കൂടി ഭൂമി എവിടെയെങ്കിലും ഭൂസ്വാമിമാർ കൈയടക്കി വെച്ചിട്ടുള്ളത് എടുക്കാൻ കഴിയുകയാണെങ്കിൽ കർശനമായും ആ ഭൂമി കൂടി ഗവൺമെൻറ്റിൻ്റെ 5ാം വാർഷികം പിന്നിടുന്നതിനിടയിൽ നൽകിയതിന് ശേഷമേ ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ താലൂക്ക് തല പട്ടയ വിതരണ സമ്മേളനം അല്ലെങ്കിൽ മാമാങ്കം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് 4 വർഷം കൊണ്ട് 1 ലക്ഷം പേർക്ക് ഈ സർക്കാർ സൗജന്യമായി ഭൂമി നൽകി കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് കൂടി ഈ വർഷം ഭൂമി നൽകും. സംസ്ഥാനത്ത് ഭൂരഹിതരായ ഒരാൾ പോലും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിയുന്നത്ര വേഗം കുറ്റമറ്റ രീതിയിൽ അർഹരായവരെ കണ്ടെത്തി ഭൂമി നൽകും. ഭൂസ്വാമിമാർ കൈയടക്കിയ ഭൂമി പിടിച്ചെടുക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. CT അഹമ്മദ് അലി MLA, CH കുഞ്ഞമ്പു MLA, മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ള, നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, KP സതീഷ് ചന്ദ്രൻ, T കൃഷ്ണൻ, NA നെല്ലിക്കുന്ന്, ബാലകൃഷ്ണ ഓർക്കുടലു, ഹരീഷ് P നമ്പ്യാർ, M അനന്തൻ നമ്പ്യാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ കലക്ടർ ആനന്ദ് സിംഗ്, P കരുണാകരൻ MP എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.